നമസ്കാരം. ആൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചില്ലി ബീഫ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ബീഫ് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർന്ന ശേഷം വെച്ചിട്ടുണ്ട്. ഇത് 600 ഗ്രാം ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ ബീഫ് ഇങ്ങനെ ഇച്ചിരി വലുപ്പത്തിൽ കണ്ടിക്കുന്നതാണ് നല്ലത്. ചിലരാതെല്ലാം ബാറ്റർ തയ്യാറാക്കി മുക്കി വറുത്തിട്ട് ചെയ്യും. പക്ഷെ ഞാനൊന്ന് വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് കുക്കറിലോട്ടിട്ട് ഒരു 3 വിസിലടുപ്പിക്കണം. അതിന് നമുക്ക് ഉപ്പും കുരുമുളകും മാത്രം ചേർത്താൽ മതി. വിസിലടുപ്പിച്ച ശേഷം ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് കുക്കറിൽ വെച്ചൊരു 3-4 വിസിലടുപ്പിക്കാം. ഇത് ഇറച്ചിയുടെ ആ സ്വഭാവം അനുസരിച്ചിരിക്കും വേവ്. ഈ വേവ് പോരെന്ന് ഒന്നാണെങ്കിൽ നമുക്ക് വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടെ വിസിലടുപ്പിക്കണം. ഇപ്പം ഇതിങ്ങനെ തിരുമി വെള്ളം ഒന്നും ചേർക്കണ്ട. ബീഫ് എന്ന വെള്ളം ഇറങ്ങി വരും. നമുക്ക് വിസിലൊന്ന് അടുപ്പിക്കാം. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. നമുക്കൊരു 3 വിസിലടിക്കുമ്പോഴത്തേക്ക് ഇത് വെന്തോന്ന് നോക്കിയിട്ട് വാങ്ങി വെക്കാം. വെന്തില്ലെങ്കിൽ നമുക്കൊരു വിസിലും കൂടെ അടുപ്പിക്കാം. നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കി വെക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് നമുക്ക് വഴറ്റുന്ന കൂടെ ചേർക്കാം. ഇത് ഞാൻ 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 3 കളറുള്ള ക്യാപ്സിക്കവും ഈ സബോളയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് മുഴുവൻ വേണ്ട, നമുക്ക് പകുതി മതി. നമുക്ക് 600 ഗ്രാം ബീഫേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത്രയും മതി, പകുതി വീതം എടുത്താൽ മതി. സവോള 2 എടുക്കാം. ഇതിൻ്റെ ഈ പകുതി എടുക്കാം. നമുക്ക് കട്ട് ചെയ്തിട്ട് വഴറ്റാം. നമ്മുടെ ബീഫ് 3 ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ 3 അടിച്ച് കഴിഞ്ഞിട്ട് വേവാത്തതുകൊണ്ട് ഒന്നും കൂടെ അടുപ്പിച്ച് 4 പ്രാവശ്യം വിസിലടിച്ചു. അതിൽ ഓരോ ബീഫിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കുന്നു. ഇച്ചിരി മൂത്ത ബീഫായതുകൊണ്ട്, പക്ഷെ മൂത്ത ബീഫാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് നമുക്ക് 1 സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ഉപ്പിടാം. സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മൈദയും 1 സ്പൂൺ കോൺഫ്ലവറും ചേർത്ത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ സോയയും കൂടി ചേർക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കണ്ട. നമ്മൾ ബീഫ് കുക്ക് ചെയ്ത ആ വെള്ളം ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഇതാക്കാം. നോക്കട്ടെ ആവശ്യത്തിനായോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മുക്കിയിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഈ കൺസിസ്റ്റൻസി മതി. ഒരുപാട് നീളുകയും വേണ്ട, ഒത്തിരി കുറുകുകയും വേണ്ട. ഇനി നമുക്ക് ഈ ബീഫിലേക്ക് ഇടാം. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് നമ്മൾ ആ ബീഫ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് കൈകൊണ്ട് തന്നെ, സ്പൂണൊന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു 20 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സൺഫ്ലവറിലിട്ട് വറുക്കാം. ഡീപ് ഫ്രൈ വേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചില്ലി ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. ഞാൻ ഒരു 6-7 പച്ചമുളക് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി പേസ്റ്റാണ്. വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയില്ല, അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുമന്ന ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പച്ച ക്യാപ്സിക്കം 1-ൻ്റെ പകുതി, മഞ്ഞ ക്യാപ്സിക്കം 1-ൻ്റെ പകുതി. ഇത് ചെറിയ 2 സവാള. ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. അത് പിന്നെ കാണിക്കാം. നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്.
നമ്മുടെ ബീഫെല്ലാം നമ്മളിവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഒത്തിരി മൂക്കണ്ട, ഒരുവിധം മൂത്താൽ മതി. ഇനി നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇടാം. ആ എണ്ണ തന്നെ മതി, വേറെ എണ്ണ എടുക്കണ്ട. ആദ്യം ഞാൻ പച്ചമുളക് ഇടുവാണേ. പച്ചമുളക് ഇട്ടു, ഇഞ്ചി പേസ്റ്റ് ഇട്ടു, സവോള ഇട്ടു, മീൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ഇട്ടില്ല, വെളുത്തുള്ളി അരിഞ്ഞെടുക്കായത്. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം, സൗകര്യം പോലെ. അപ്പൊ ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സിക്കം ഇടാം. നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചി എല്ലാം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇവിടെ 2 കളർ ഇവിടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ തന്നെ ഒന്നും നിർബന്ധമില്ല. ഒരു കളർ തന്നെ ആണേലും മതി. പിന്നെ നമുക്കൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കളർ ഇടുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്ന് മാത്രം. ഒരു കളറാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം സൗകര്യം പോലെ ചെയ്യാം. നമ്മുടെ ക്യാപ്സിക്കം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നെ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു. ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഒഴിച്ചു. 1 സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിക്കാം. എല്ലാം ഒഴിച്ച് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം. എല്ലാം ഓരോ സ്പൂൺ വീതമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് ചില്ലി സോസാണ്, റെഡ് ചില്ലി കിട്ടിയില്ല, ഗ്രീനാ. ഏതാണെങ്കിലും കുഴപ്പമില്ല. സോയാ സോസിനൊക്കെ നല്ല ഉപ്പുള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഒഴിക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്കിതിലേക്ക് ചെറുതാഴ്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, നല്ല തിളച്ച വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം വിനാഗിരി, ഇത് ആപ്പിൾ സിഡർ വിനാഗിരിയാണ്, 1/2 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ മിച്ചം എടുക്കുക, ചെറിയ സ്പൂൺ ആയതുകൊണ്ട്. നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടിയതെങ്കിൽ, ഫ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഇത് ഒഴിക്കണ്ട, കോൺഫ്ലവർ. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കോൺഫ്ലവർ വേണം കലക്കി ഒഴിക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇടാം. ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ 2 സ്പൂൺ ഒഴിച്ചു. അത് പോരെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കെച്ചപ്പാണേ. 2 മാസമായി ഉണ്ടാക്കി വെച്ചിട്ട്, കുഴപ്പമില്ല. അപ്പം നമ്മൾ പഞ്ചസാരയും ചേർത്തു, വിനാഗിരി ചേർത്തു. നമുക്ക് ബീഫ് ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ഇട്ട ശേഷം ഒരു 4 മിനിറ്റ് ഞാൻ ഇളക്കി, അത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്തു. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. നമ്മുടെ ചില്ലി ബീഫ് സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് അല്പം മല്ലിയില, ഇതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നല്ലതല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം.
ബൈ.